പുല്ലൊക്കെ പറിച്ചോളെ ഇവിടുത്തെ ഇവിടുന്നൊക്കെ പറിച്ചല്ലോ. വൃത്തിയേടാവോ? ആരപ്പൊ ഇതൊക്കെ നോക്കണ്? ആരുമില്ല, നമ്മളല്ലാണ്ട് ആര് വരാനാ? ജോലി ചെയ്യണമെന്ന് നീ കാണുന്നു. അത് പണ്ട് അങ്ങനെ തന്നെയാണല്ലോ. ജോലി ഉണ്ടാവില്ല, കൂലി ഉണ്ടാവില്ല. ഏതൊരു വണ്ടി വരുന്ന ശബ്ദം കേൾക്കാണ്ടല്ലോ അവിടെ. എവിടെ സാവിത്രി? അതാരോ വന്നിട്ടുണ്ട് കേട്ടോ. ആരാണാവോ? പോയി നോക്ക് നമുക്ക് എന്തായാലും. മെല്ലെ ഓടണ്ട, വീഴും. മെല്ലെ നടന്നാ മതി. ആളും ഇങ്ങോട്ട് വരുന്നുണ്ടേ, നിക്കുക. ഈ ശകാരം എനിക്ക് ആകെ ഒരു സഹായത്തിനുള്ളത് നീയാണിപ്പോ. അവിടെ നിക്ക, ഓടണ്ട. അങ്ങോട്ട് വരുന്നു. ഇങ്ങട്ടാ ഈ ഓടണ, അവിടെ വീഴൂട്ടോ, കടക്കൂട്ടോ. കുഴമ്പും കൂടി ഇല്ലേ? ഞാൻ വീഴില്ല സാവിത്രി, എന്താ ഈ പറയുന്നത്? നിക്ക, ആ കുട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ആരപ്പത്? പരിചയൊന്നുള്ള ആരല്ലല്ലോ. എന്തായാലും ഒന്ന് പോയോക്ക്. മെല്ലെ ഇറങ്ങട്ടോ. നീ പറഞ്ഞിട്ടേ നീയും സൂക്ഷിക്കണം. എവിടുന്ന രണ്ടുപേരും കാവുന്നിറങ്ങി വരുന്നേ? നല്ല കാലത്ത് സ്വത്തും മുതലൊക്കെ ഭാഗം വെച്ചു കൊടുത്തു. ഇപ്പൊ കാവ് നോക്കാനും ഞങ്ങളെ നോക്കാനും ആരും ഇല്ലാണ്ടായി. ആരാ? മനസ്സിലായില്ല. ചന്ദ്രേട്ടന് മനസ്സിലായില്ലേ? കണ്ണും കാതും പഴയ പോലെ പിടിക്കണില്ലേ? സാവിമ്മയുടെ സദ്യ കഴിച്ചിട്ടാണ് ഈ മുറ്റത്ത് ഞാൻ വിഷു കണക്ക് ആഘോഷിച്ചിട്ടുള്ളത്. നമ്മുടെ മെയ്തൂന്റെ മകനല്ലേ നീ? മകനാണ്. ഇതെപ്പോ നന്നായേ, ഇപ്പൊ മനസ്സിലായി. കണ്ടിട്ട് അങ്ങോട്ട് മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുക, നമുക്ക് മോരൊക്കെ കുടിച്ചിട്ട് പോവാ. നടക്ക്. അയ്യോ, മെല്ലെ ഇറങ്ങ് കേട്ടോ. ഞാൻ നോക്കുന്നുണ്ട്. എന്തോ മനസ്സിലേക്ക് വലിയൊരു ആശ്വാസമായ പോലെ. ഇത് കുട്ടികളൊക്കെ വന്നല്ലാണ്ട് നമ്മളൊരു ആഘോഷം ശരിക്കും നടത്തിയിരുന്നില്ല അവിടെ. വീട്ടിലിപ്പോ ആരൊക്കെയല്ലേ? വീട്ടില് എല്ലാരും ഉണ്ട്. ഉമ്മക്ക് തീരെ വയ്യ, അതുകൊണ്ടാ ഞാൻ വരാൻ തന്നെ കാരണം. 2 ദിവസമായിട്ടുള്ള വന്നിട്ട്. ഉമ്മക്ക് ഭയങ്കര ക്ഷീണൊക്കെയാണ്. ക്ഷീണൊന്നും പറയണ്ട. ഞാന് ഭക്ഷണത്തിനും നിൽക്കുന്നില്ല. ഇനി വിഷുവിന് വരണ്ട്. ഞാൻ ഇത് നിങ്ങൾക്ക് 2 പേർക്കും തരാൻ വേണ്ടിട്ട് വന്നതാ. അതിപ്പോ സാവി, എന്റെ മൊയ്തുന്റെ മകനല്ലേ? ആ നന്മ ഉണ്ടാവും മോനെ.